ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ പഴച്ചെടികളുടെ വീഡിയോ ഒന്ന് കാണിക്കണമെന്നേ. അപ്പോൾ നമുക്കിന്ന് കാണാം. ഇത് നമ്മുടെ സീതപ്പഴമാണേ. എല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കുന്ന ഒരു ചെടിയാണ് സീതപ്പഴം. അപ്പോൾ ഈ സീതപ്പഴം എന്ന് പറയുന്നത് മഴക്കാലത്താണ് കായ്കൾ ഉണ്ടായി തുടങ്ങുന്നത്. അപ്പം വേനൽക്കാലത്തുണ്ടായ കായ്കൾ പിടിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ദേ നന്നായിട്ടുണ്ടായി നിൽക്കുകയാണ്. ചെറിയ ചെറിയ കായ്കളാണ് ഉണ്ടായി നിൽക്കുന്നത്. ഇത് നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2 വർഷം 3 വർഷം ആകാറായ ഒരു ചെടിയാണ്. ഇത് ബക്കറ്റിനകത്താണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒത്തിരി സ്ഥലമൊന്നും ഇല്ലാത്തവർക്കും പഴച്ചെടികൾ വളർത്തുകയും നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ച് കഴിക്കണം എന്ന് വിചാരിച്ചാൽ ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഇതേപോലെ പാത്രങ്ങൾക്കകത്ത് വളർത്തുവാണ് പറ്റുന്നത്. വലിയ വലിയ വീപ്പകളിലൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് വിളവൊക്കെ കൂടുതൽ കിട്ടും. പക്ഷേ കുറച്ചെണ്ണം വെക്കാനേ പറ്റുള്ളൂ. എനിക്കിത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം വെറും 200 സ്ക്വയർ ഫീറ്റ് സ്ഥലം മാത്രമാണുള്ളത്. അപ്പം നമ്മുടെ ആഗ്രഹമല്ലേ, നമുക്ക് പല തരത്തിലുള്ള പഴച്ചെടികൾ കാണുമ്പോൾ അത് വേണമെന്ന് തോന്നും, അതിൻ്റെ ഒരു കായ പറിച്ച് തിന്നണമെന്ന് തോന്നും. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പല ചെടികൾ വാങ്ങിച്ചു. അപ്പോൾ അവർക്കൊക്കെ വെക്കാനായിട്ട്, അവർക്ക് വളരാൻ ഇവിടെ സ്ഥലം കൊടുക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ വളർത്താനേ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ ഇസ്രയേലി അത്തിയാണേ. കണ്ടോ, കായ്കളൊക്കെ എപ്പോഴും ഉണ്ട്. അതിങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ കിളികളൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് ഇത് കണ്ടോ, അതെല്ലാം കൊത്തിപ്പറിച്ച് കളയും. ഇവിടെയൊക്കെ ഉണ്ട്, അങ്ങനെ നിൽക്കുവാണ്. പക്ഷെ നല്ല മധുരമുള്ള ഒരു പഴമാണ്. പാകമാകുമ്പോൾ നമുക്ക് പറിച്ചാൽ വെറുതെ പൊട്ടിച്ച് മുഴുവനെ തിന്നാൻ പറ്റും, ഒന്നും കളയണ്ട ഈ അത്തിപ്പഴത്തിന്. ഇത് നമ്മുടെ റെഡ് സപ്പോട്ടയാണേ. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 വർഷമൊക്കെ ആയ ചെടിയാണ്. പക്ഷേ അതിനിത് ഇത്രയും വളർച്ചയായിട്ടുള്ളൂ. ഇതുവരെ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് വലുതാകുന്ന ഒരു ചെടിയാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഈ ബക്കറ്റിനകത്താണ് നിൽക്കുന്നത്. ഇതിനകത്ത് വളർത്താൻ അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് വളരാൻ കൊടുക്കാനുള്ള സൗകര്യമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാനിതിനെ ഈ ബക്കറ്റിനകത്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു കായെങ്കിലും ഉണ്ടാകുമോ നോക്കാം. ഇത് നമ്മുടെ ചെറുനാരകമാണേ. അപ്പോൾ ഇത് വളരെ ചെറുതായിരുന്നപ്പോഴേ കായ്കൾ ഉണ്ടായിരിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെയൊക്കെ വലുതായി. 1 വർഷം ആയിട്ടില്ല ഈ ചെടി. എല്ലാ സമയത്തും തന്നെ നാരങ്ങ കാണും. ഇപ്പം ഇതേ കണ്ടോ, ചെറിയ ചെറിയ കായ്കൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ കായ്കളുണ്ട്, പൂക്കൾ കാണാനുണ്ട്. അതുപോലെ പറിക്കാറായ നാരങ്ങയുണ്ട് കണ്ടോ. ഇതൊക്കെ മഞ്ഞ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ സമയത്തും നാരങ്ങ തരുന്ന ഒരു ചെറുനാരകമാണ് ഇത്. ഇത് നമ്മുടെ മധുരയമ്പഴമാണേ. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കായ്കൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടെ പൂവുണ്ടാകുന്നുണ്ട്. ഇവിടെ പറിക്കാറായ കായ്കളുണ്ട്. അങ്ങനെ എല്ലാ സമയത്തും പൂക്കളും കായ്കളും ഉണ്ടാകുന്ന ഒരു ഓൾ സീസൺ മധുര അമ്പഴമാണ്. ഞാനിതിനെക്കുറിച്ച് നേരത്തെയും പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല മധുരമാണ്, ഒട്ടും പുളിയില്ല, അകത്തൊട്ടും നാരില്ല. നല്ല ഒരു സാധനമാണ് ഈ മധുരയമ്പഴം. ഇത് നമ്മുടെ ഒരു ലോങ്കൻ ചെടിയാണേ. അപ്പോൾ നമുക്കിതേ അതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണേ. കണ്ടോ, ഇതിൽ നിന്ന് ഞാൻ ലെയർ ചെയ്തെടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു തൈയാണേ. ഞാൻ വെറും ഇതേപോലെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ കമ്പിൻ്റെ തൈ 1000 രൂപ കൊടുത്ത് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എങ്ങാനും ആ ചെടി പോയാലോ എന്ന് വിചാരിച്ച് ഇത് കുറച്ച് വളർന്നപ്പോൾ ഇതിൽ നിന്ന് ലെയർ ചെയ്തെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് നിറയെ കായ്ക്കുന്ന ഒരു ലോങ്കൻ പ്ലാന്റ് ആണേ. ഇത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഒരു ചെടിയാണേ. ഇവിടെ പൂത്തു തുടങ്ങിയിട്ടുണ്ട്, പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കായ്ച്ച ഒരു ചെടിയാണ്. പെട്ടെന്ന് തന്നെ ഒരു വർഷത്തിനുള്ളിൽ, നല്ല വളർച്ചയുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു തുടങ്ങും. ഇത് പിന്നെ നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലം ആണേ. ഇപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ട് 1 വർഷമായി. അപ്പോൾ അത് ഈ വർഷം കായ്ക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഓസ്ട്രേലിയൻ ബീച്ച് ചെറിയാണേ. ഇഷ്ടംപോലെ കായ്കൾ ഉണ്ടാകും. ഇപ്പോൾ സീസൺ അല്ലാത്ത കൊണ്ടാണ് ഈ മഴ പെയ്യുന്ന അവസരത്തിൽ ചെടികൾ വളരാനാണ് നോക്കുന്നത്. കായ്കളും പൂക്കളും ഉണ്ടാകുന്നത് കുറവാണ്. ചില ചെടികൾക്ക് മാത്രമേ ആ സമയത്ത് പൂക്കളും കായ്കളും ഉണ്ടാകത്തുള്ളൂ. ഇനി ഇത് നമ്മുടെ വെളുത്ത നിറത്തിലുള്ള മൽബറിയാണേ. നല്ലതാണ്. ഉണ്ടാകുമ്പോൾ തൊട്ട് ഒരുമാതിരി വിളഞ്ഞു കഴിഞ്ഞാൽ അപ്പം തൊട്ട് നല്ല മധുരമുള്ള ഒരു ചെടിയാണ് ഈ വൈറ്റ് മൽബറി എന്ന് പറയുന്നത്. ഇത് നമ്മൾ പീനട്ട് ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണേ. പൂത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പൂക്കൾ അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതേ കാ പിടിച്ച് തുടങ്ങും. ഇത് നമ്മുടെ സപ്പോട്ടയുടെ പ്ലാന്റ് ആണേ. ക്രിക്കറ്റ് ബോൾ സപ്പോട്ടയാണ് ഉരുണ്ടിരിക്കുന്നത്. കായ്കളൊക്കെ ഉണ്ട്. പൂക്കളൊക്കെ ഇഷ്ടം പോലെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടെ എവിടെയൊക്കെ കായ്കളും ഉണ്ട്. ഇത് രണ്ടും 2 ഇനം ചാമ്പയാണേ. ഇത് സീഡ്ലെസ് ആയിട്ടുള്ള നമ്മളുടെ സാധാരണ ചാമ്പയില്ലേ, അതിൽ സീഡ്ലെസ് ആയിട്ടുള്ള നല്ല മധുരവും നല്ല കളറുമുള്ള ചാമ്പയാണ് ഇത്. ഇത് നമ്മുടെ നാടൻ ചാമ്പ തന്നെയാണ്, പക്ഷെ ആയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ പേര നിപ്പുണ്ട്. പേരയുടെ മൊട്ട് കണ്ടോ. ഇത് സ്ഥിരമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്നൊരു ചെടിയാണ്. ഇത് നമ്മുടെ അബിയു പ്ലാന്റ് ആണേ.
അപ്പം ഞാൻ ഈ ബക്കറ്റിനകത്ത് വെച്ചാൽ അബിയു കായ്ക്കുവോ ഇല്ലയോ, ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടി വളർത്തുന്നതാണ്. വളർച്ചയ്ക്കൊന്നും വലിയ കുറവില്ല. അപ്പോൾ നമുക്ക് കായ്ക്കുമോ എന്ന് നോക്കാം. ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള പേരയാണേ. പക്ഷേ അതിന് ചില കമ്പേ കണ്ടോ വെരിഗേറ്റഡ് അല്ലാതെ ഉണ്ടാകും. അവിടെ ഉണ്ടാകുന്ന കായ്കളും വെറുതെ പച്ചനിറമുള്ള സാധാരണ പോലുള്ള കായ്കളായിരിക്കും. ഈ കമ്പുകളിൽ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് പച്ചയും വെള്ളയും വരകളുള്ള പേരയ്ക്കാണ്. ഇപ്പോൾ ഇതിലില്ല, എനിക്ക് കാണിച്ചു തരാൻ. ഇത് നമ്മുടെ ടെന്നീസ് ബോൾ ചെറിയാണേ. അപ്പോൾ അതേ കാ പിടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലോട്ട് മറിഞ്ഞു കിടക്കുവാണ്. അത്യാവശ്യത്തിന് കായ്കളൊക്കെ ഇതിലുണ്ടായിട്ടുണ്ട്. നല്ലോണം പഴുക്കണം നമുക്ക് പറിച്ച് തിന്നണമെങ്കിൽ. ഇത് നമ്മുടെ മുന്തിരിപ്പേരയാണേ. നിറയെ കായ്കളുണ്ടാകും. കൊച്ചു കൊച്ചു കായ്കളാണ്. ഒത്തിരി വലിപ്പം വയ്ക്കത്തില്ല. ഒരുമാതിരി പാകമായി നല്ല മഞ്ഞ നിറത്തിൽ പഴുത്തു കഴിഞ്ഞാൽ പേരയെ നിൽക്കത്തില്ല. അവർ എല്ലാം തന്നെ താഴെ വീണ് കിടക്കും. ചെറിയൊരു പുളിയുണ്ട് കേട്ടോ. പഴുത്താലും ചെറിയ പുളിയോടുകൂടി മധുരമുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള പേരയ്ക്കയാണ് ഈ മുന്തിരി പേരയ്ക്കുള്ളത്. ഇതിവിടെ നമുക്ക് നീളത്തിലുള്ള ചുവന്ന മൽബറി ഉണ്ടായിരുന്നതാണ്, ബ്രസീലിയൻ മൽബറി. അത് ഉണങ്ങിപ്പോയി. ഇനി നമുക്ക് പുതിയ ചെടി ഇവിടെ മേടിച്ച് വെക്കണം. ഇത് സ്വീറ്റ് ലൂബിയാണേ. ഇപ്പോൾ കായ്കളൊക്കെ ഉണ്ട്. ചെറിയ ചെടിയാണെങ്കിൽ ഇതുപോലെ ഒരു ബക്കറ്റിനകത്ത്, ചെറിയ ബക്കറ്റിനകത്താണ് നിൽക്കുന്നത്. ഈ പുല്ല് പറിച്ച് കളയാൻ പറ്റുന്നില്ല, അതുപോലെ അതിൻ്റെ വേരിറങ്ങിപ്പോയി. ഈ ചെറിയ ബക്കറ്റിനകത്താണല്ലോ ഇത് നിൽക്കുന്നത്. അപ്പം നമുക്കിത് ബക്കറ്റ് മാറ്റണം. ആ സമയത്ത് വേരോടെ പുല്ലുകളെ കളഞ്ഞാൽ മാത്രമേ ഇതിനകത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ ഇസ്രയേലി ഓറഞ്ചാണേ. നീളത്തിൽ കായ്കൾ വരുന്ന ഇസ്രയേലി ഓറഞ്ചാണ്. അത് ഇതുപോലെ വളർച്ചയുടെ സമയമായതുകൊണ്ട് കായ്പിടുത്തം കുറഞ്ഞ് നിൽക്കുവാണ്. ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ കായാകുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു തായ്ലാൻഡ് ചാമ്പയാണ്. അപ്പം ഇപ്പോൾ കിളുത്ത് വരുന്ന സമയമാണ്. അതുപോലെ ഇത് ബ്ലാക്ക് സൂരിനാം ചെറി. ഇതെല്ലാം കായ്കൾ ഉണ്ടായ ചെടിയാണ് കേട്ടോ. നല്ലോണം കായ്കൾ പിടിക്കുന്നതാണ്. ഇതൊക്കെ കായ്കൾ ഉണ്ടാകാൻ 1 വർഷം. ഇതാണ് 6 മാസത്തിനുള്ളിൽ കായ്ച്ചൊരു നല്ല ഇനം ചാമ്പയാണ്. നല്ല മധുരമുള്ള കായ്കൾ തരുന്ന ഒരു ചാമ്പയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഓൾ സീസൺ ആയിട്ടുള്ള തായ്ലൻഡിൻ്റെ മാവുണ്ട്. അതുപോലെ ഇതൊരു ബെറിയാണ്. നല്ല ചെടിയായിരുന്നു. നല്ല കുഞ്ഞു കുഞ്ഞു കായ്കളാണ് ഉണ്ടാകുന്നത്, നിറച്ചുണ്ടാവും. ഇത് ഒരിനം മരമുന്തിരിയാണേ, ജംബോട്ടിക്കാബ. ഇത് പൂവിട്ടതാണ് ഈ പ്രാവശ്യം കേട്ടോ. കാ പിടിച്ച് ഒരെണ്ണം പോലും കാ പിടിച്ചിട്ടില്ല. പല അവസരങ്ങളിലും പൂവിട്ടായിരുന്നു. അപ്പം ഞാൻ ആ പൂവിട്ടത് നമ്മുടെ ഷോർട്സിൽ വീഡിയോ കാണിച്ചായിരുന്നു. കാരണം കാ പിടിച്ചില്ലെങ്കിലും പൂവെങ്കിലും ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ പൂവെങ്കിലും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ തായ്തടിയോട് ചേർന്നിരിക്കുന്ന ഈ ചെറിയ ചെറിയ കമ്പുകളെല്ലാം കോതിക്കളയണം. ഇത് പക്ഷേ 1 വർഷം ഏകദേശം പ്രായമായ ഒരു ചെടിയാണ്. പ്രിക്കോസിയ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇത് പിന്നെ നമ്മുടെ സീതപ്പഴം, ബ്രൗൺ നിറത്തിലുള്ള സീതപ്പഴം ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മുടെ ബേറാപ്പിളാണേ. അപ്പോൾ അങ്ങോട്ട് കമ്പുകളിലൊക്കെ നിറച്ച് പൂത്തിട്ടുണ്ട്. ഇനി കാ പിടിച്ച് കിട്ടണം. ഇത് നമ്മുടെ സ്ട്രോബെറി പേരയാണേ. മഞ്ഞ നിറത്തിലുള്ള കായ്കൾ തരുന്ന സ്ട്രോബെറി പേരയാണ്. കഴിഞ്ഞ വർഷം പൂവിട്ടു, കൊഴിഞ്ഞു പോയി. ഈ വർഷവും പൂവിട്ടിട്ടുണ്ട്. കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. കായ ആകുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഈ പാത്രത്തിനകത്ത് ചോളം വെച്ചിരിക്കുവാണേ. ശരിക്കും പറഞ്ഞാൽ ഈ പാത്രത്തിനകത്ത് ഞാൻ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നത് ഓറഞ്ചിൻ്റെ ഒരു ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ചെടി എപ്പോഴാണോ കിട്ടുന്നത് അന്നേരം വെക്കാൻ വേണ്ടി ഞാൻ ഈ പാത്രത്തിനകത്ത് നേരത്തെ തന്നെ മണ്ണ് നിറച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു വന്നാൽ ഈ വർഷം ഒരു 2-3 ചോളം വെക്കാം. അവർ പെട്ടെന്ന് വളർന്ന് തീർന്ന് കാ തന്നു പോകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അത് നിൽക്കട്ടെ. അത് ഇനി ഓറഞ്ചിൻ്റെ ചെടി കിട്ടിയാലും 6 മാസത്തിന് ശേഷം നമുക്ക് വെച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ചോളം വെച്ച് പിടിപ്പിച്ചിരിക്കുവാണേ. ഇത് എസ്കാർലറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു മരമുന്തിരിയാണേ. പക്ഷേ ഇത് പൂവൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല. ഞാൻ ഇതുപോലെ വരുന്ന ഈ ചെറിയ കമ്പുകൾ സൂര്യപ്രകാശം നല്ല മെയിൻ കമ്പയിൽ കിട്ടണം. ആ പാകത്തിന് വേണം നിൽക്കാൻ. ഇത് നമ്മൾ കുഴിച്ചു വെക്കുവാണെങ്കിൽ കിളുത്തും വരും കേട്ടോ. ഇത് നമ്മുടെ ചിലിമ്പിപ്പുളിയാണേ. നമ്മുടെ ആവശ്യത്തിന് കായ്കൾ തരുന്ന ഒരു ചിലിമ്പിപ്പുളിയുടെ ചെടിയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ മണ്ടയൊക്കെ മുറിച്ച് കളഞ്ഞായിരുന്നു. പിന്നെ ഞാൻ 2 ദിവസം ഈ വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഇതിന് വെള്ളം കൊടുക്കാൻ പറ്റാതെ ഇതിൻ്റെ മണ്ട ഉണങ്ങിപ്പോയി. അപ്പം ഞാൻ ഓർത്ത് ഈ ചെടി തന്നെ നഷ്ടമാകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതൊന്നും പോയില്ല. ചുവടിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വീണ്ടും നിറയെ കിളുത്തു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കിളുത്തതാണ് നല്ലത്. അപ്പോൾ കൂടുതൽ കമ്പുകളിൽ നിന്ന് കൂടുതൽ കായ്കൾ കിട്ടും ഈ ശിഖരങ്ങൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട്. ഇത് അരസാബോയി എന്ന് പറയുന്ന ഒരു പഴച്ചെടിയാണ്. ഇത് ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ മഴ സമയത്താണ് പൂവിടുന്നത്. ഇത് നമ്മുടെ മരമുന്തിരിയുടെ ഒരു വലിയ ചെടിയാണ്. നേരത്തെ സമയത്ത് ഇതൊരു 2-3 വർഷമായതാണ്. പക്ഷേ ഇതുവരെ ഒരു കായും പൂവും പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ആൾക്കാർ പറയുന്നുണ്ട് മരമുന്തിരി 3 വർഷമാകുമ്പം കായ്ക്കും, 4 വർഷമാകുമ്പം കായ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഉണ്ടാകുമോ നമുക്ക് നോക്കാം. ഇത് ചുവന്ന സ്ട്രോബെറി പേരയാണേ. പിന്നെ ഇതിനകത്ത് നിൽക്കുന്നത് നിറച്ച് പൂക്കളുമായിട്ട് നിൽക്കുന്നത് ബനാന തായ് സപ്പോട്ടയാണേ.
ഇതൊരു ബ്ലാക്ക്ബെറിയുടെ ചെടിയാണ്. കായ്ക്കുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ബ്ലാക്ക്ബെറി ഏതായാലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സീഡ്ലെസ് ലെമൺ ആണേ. ഇതിപ്പം പാകമായതാണ്. നമുക്കിതിങ്ങനെ പറിച്ചെടുത്തേക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് കൊഴിഞ്ഞു പോകത്തുള്ളൂ. ഇതിന് ഇടയ്ക്ക് ഒരെണ്ണമുണ്ട്. കുറച്ച് നല്ല വലിപ്പം വെക്കാം. കണ്ടോ, നല്ല പഴുത്ത് കിടക്കുമായിരുന്നു, അത് താഴെ പോയത്. ഇത് കണ്ടോ, കൊലയായിട്ട് കിടക്കുവാണ്. എല്ലാം തന്നെ നല്ല പഴുത്താണ്. ആണ്ട് താഴെ പോയി. അപ്പോൾ നമുക്കങ്ങ് പറിച്ചെടുത്തില്ലെങ്കിൽ ഇത് മുഴുവനും കൊഴിഞ്ഞു പോകും. ഇതെല്ലാം ഉണ്ടായിരുന്ന 1-2 താഴെ പോയി. താഴേക്ക് വീണ് കഴിഞ്ഞാൽ കല്ലേലോട്ട് വീണിട്ട് പൊട്ടിച്ചെതറിപ്പോവും. നമുക്ക് കിട്ടത്തില്ല ശരിക്കും. അപ്പോൾ ഇത് ഇത്രയും നാരങ്ങ കിട്ടി. പിന്നെ നമ്മുടെ ഒരു ചെറിയ മാതള നാരകം ഇതേ, അതിലിടയ്ക്കിടയ്ക്ക് കായ്കളുണ്ടാകും. ചെയ്യാണ്ട് അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. അതുപോലെ ഇവിടെ എങ്ങാണ്ടെണ്ണം ഉണ്ട്. ഇത് കണ്ടോ, ഇത് നല്ല പാകമായി. ഇങ്ങനെ ചതുരമായിട്ട് വരുന്ന അവസരത്തിലാണ് ഇത് പാകമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ലിപ്പോട്ടെ എന്ന് പറയുന്നൊരു പഴച്ചെടിയാണേ. ഇതുവരെ കായ്ച്ചിട്ടില്ല. കായ്ച്ച പല വീടുകളൊക്കെ ഉണ്ട്. ഇത് സൺഡ്രോപ്പ് എന്ന് പറയുന്ന പഴച്ചെടിയാണേ. ഈ അരസാബോയും സൺഡ്രോപ്പും ഒരേ വിഭാഗത്തിൽപ്പെട്ടതാണ്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അരസാബോയിലും ഇപ്പോൾ പൂവുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇതേ സൺഡ്രോപ്പയിലും കണ്ടോ മൊട്ടുകൾ വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കമ്പ് വഴി ചെറിയ നിറയെ പൂക്കൾ പിടിക്കുന്ന കായ്കളും അതുപോലെ ഉണ്ടാകുന്നൊരു ചെടിയാണ് സൺഡ്രോപ്പ്. പിന്നെ ഇവിടുന്ന് നമുക്ക് ആ അറ്റം വരെ ഒരു റോ പഴച്ചെടികൾ കൂടെ ഉണ്ട്. കുറച്ച് സീതപ്പഴത്തിൻ്റെ ചെടി, കുറച്ച് സപ്പോട്ടയുടെ ചെടി, അങ്ങനെ കുറച്ച് ചെടികളാണ് ഈ സൈഡിൽ നിൽക്കുന്നത്. പിന്നെ നമ്മൾ കുറേ പഴച്ചെടികളെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എല്ലാം വിശദമായിട്ട് കാണിക്കാനും എല്ലാത്തിൻ്റെയും കായ്കളെ കാണിച്ചു തരാനും ഇന്ന് നമുക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇന്ന് മഴ അങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരു കുറച്ച് സമയമാണ് നമുക്ക് തോട്ടത്തിലേക്ക് കയറാൻ പറ്റുന്നത്. കായ്കൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ ചെടികളെല്ലാം വിശദമായിട്ട് ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.